ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മലയാളം ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത് എന്നാണ് ചോദ്യം. അതായത് ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഒന്ന് മാത്രം ശരിയാണ്. അതായത് അഴകിയ രാവണൻ എന്നാണ് ഫാഷൻ മോങ്ങർ എന്ന പദത്തിൻ്റെ അർത്ഥം. ഫാഷൻ മോങ്ങർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണപ്പോൾ? അഴകിയ രാവണൻ. അടുത്ത ചോദ്യം, കഥയുടെ പ്രധാനമായ അംശം. ഇതിൻ്റെ ഒറ്റപ്പദം ഏത് എന്നാണ് ചോദ്യം. കഥയുടെ പ്രധാനമായ അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാസാരമാണ് ഉത്തരം. അതായത് ഓപ്ഷൻ സി, രണ്ട് മാത്രമാണ് ശരി എന്ന് പറയുന്നതാണ്. അതായത് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാസാരം. അപ്പോൾ കഥയുടെ പ്രധാനമായ അംശം എന്നതിൻ്റെ ഒറ്റപ്പദം കഥാസാരമാണ്. അടുത്ത ചോദ്യം വന്നിട്ട് പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നാണ്. പിൽക്കാലം നമ്മൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? പിൻ പ്ലസ് കാലം, അതാണ് പിൽക്കാലം. പിൽ പ്ലസ് കാലമല്ല, പിൻ പ്ലസ് കാലം, അതാണ് പിൽക്കാലം. കണ്ണീര് എന്ന് പറഞ്ഞാൽ കൺ പ്ലസ് നീര്, അതാണ് കണ്ണീര്. ഓക്കെ. അടുത്ത ചോദ്യം വന്നിട്ട് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം വന്നിട്ട് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ അർത്ഥം ഏകദേശം മനസ്സിലാവുമല്ലോ. ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും വെച്ചുകൊണ്ട് പെരുമാറുന്നതിനാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, ശരിയായ പ്രയോഗമേത്? തന്നിരിക്കുന്നത് 10 തെങ്ങ് 10 തെങ്ങുകൾ, 100 പുസ്തകം 100 പുസ്തകങ്ങൾ. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് 10 തെങ്ങുകൾ 100 പുസ്തകം. അതായത് ശരിയായ പ്രയോഗം ഏതെന്ന് ചോദിച്ചിരിക്കുന്നതിൽ 10 തെങ്ങ് തന്നിട്ടുണ്ട്, 10 തെങ്ങുകൾ തന്നിട്ടുണ്ട്, 100 പുസ്തകം തന്നിട്ടുണ്ട്, 100 പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 തെങ്ങുകൾ എന്നും 100 പുസ്തകം എന്നുമാണ് ഇതിൻ്റെ ശരിയായ പ്രയോഗം. അടുത്ത ചോദ്യം, നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ നേതി, നേത്രാതി, നേത്രി, ഇതൊന്നുമല്ല. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ സി, നേത്രിയാണ്. അതായത് നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേത്രി. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നേത്രിയാണ്. അടുത്ത ചോദ്യം, മിന്നാമിനിങ് എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതാണ്? മിന്നാമിനിങ് എന്ന പദത്തിൻ്റെ പര്യായ പദമാണ് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരിയാണെന്നുള്ളതാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈജസ കീടം, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗദ്യോതം. അതായത് മിന്നാമിനിങ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. തൈജസ കീടവും ഗദ്യോതവുമാണ് മിന്നാമിനിങ് എന്ന പദത്തിൻ്റെ പര്യായ പദം. അടുത്ത ചോദ്യം, ഫടൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഫടൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ എ, ഒന്ന് മാത്രം ശരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വഞ്ചകൻ. ഫടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചകൻ എന്നാണ് അർത്ഥം. ഫടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വഞ്ചകൻ എന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്. അത് തന്നിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അർത്ഥം, വിത്തം, ഇത് രണ്ടുമാണ് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം. അപ്പോൾ ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം, വിത്തം. അടുത്ത ചോദ്യം, ശരിയായ വാക്കുകൾ ഏത്? ഓപ്ഷൻ തന്നിരിക്കുന്നത് രക്ഷകർത്താവ്, രക്ഷാകർത്താവ്, ഹാർദവം, ഹാർദം. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് രക്ഷാകർത്താവും ഹാർദം ഇങ്ങനെയാണ് നമ്മൾ പറയുക. അതായത് രക്ഷകർത്താവ് എന്നല്ല പറയുക, രക്ഷാകർത്താവ്, 2 ഹാർദം, ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഉത്തരം പറയുക. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് പറഞ്ഞാൽ അടിമത്തം, ഐശ്ചികം, ആജാനബാഹു, ഈ 3 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ എ, ഒന്ന് മാത്രം ശരി. അതായത് അടിമത്തം എന്ന വാക്ക് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ആജാനബാഹു അല്ല, ആജാനുബാഹു എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഐശ്ചികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷായല്ല വരിക, ഛ എന്ന വാക്കാണ്. അതായത് അച്ഛൻ്റെ ഛ എന്ന വാക്കാണ് വരിക. അതാണ് ഐച്ഛികം എന്ന് പറയുക. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വരുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമത്തം. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത് എന്നാണ് അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു, പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു,
കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. ഇതിൻ്റെ ഉത്തരം വരുന്നത് പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു എന്ന വാക്കാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ടൊരു ഇംഗ്ലീഷ് വാക്യം തന്നിട്ടുണ്ട്. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. അതിൻ്റെ മലയാളം അർത്ഥം ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലതുള്ളി പെരുവെള്ളം എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതായത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതുള്ളി പെരുവെള്ളം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായപദമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കണം. പര്യായപദം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് ചലം, ഗിരി, നഖം, ശൈലം. ഈ നാലെണ്ണമാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം വന്നിട്ട് താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായപദം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചലമാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാവരം. അതായത് ജംഗമം എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാവരം. ഇത് ഓർത്തിരിക്കാൻ നമുക്കറിയാലോ, ജംഗമ സ്ഥാവര വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം ജംഗമത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാവരം. അടുത്ത ചോദ്യം, കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം വന്നിട്ട് കർഷക. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കർഷകി തന്നിട്ടുണ്ട്, കർഷിക തന്നിട്ടുണ്ട്, കർഷിണി തന്നിട്ടുണ്ട്, കർഷക തന്നിട്ടുണ്ട്. കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ, അതായത് സ്ത്രീലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷക. അടുത്ത ചോദ്യം, കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥമേത്. അതായത് കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴി ഉണ്ടാകൂ, അങ്ങോട്ട് ചെയ്താലേ ഇങ്ങോട്ട് കിട്ടൂ, ജോലി ചെയ്യുന്നവനെ സംസാരിക്കാൻ അവകാശമുള്ളൂ. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴി ഉണ്ടാകൂ. അപ്പം കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലിയെ ദ്യോതിപ്പിക്കുന്ന അർത്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. അടുത്ത ചോദ്യം, വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിണ്ടലം എന്ന പദത്തിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ വിൺ പ്ലസ് തലം എന്നാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് വിൺ പ്ലസ് തലം. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വിണ്ട പ്ലസ് അലം, വിൺ പ്ലസ് അലം, വിണ്ട പ്ലസ് തലം ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം വിൺ പ്ലസ് തലമാണ് വിണ്ടലം. അടുത്ത ചോദ്യം വന്നിട്ട് കഞ്ഞത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഞ്ചനേർ മിഴി എന്നാണ് അതിൻ്റെ ഉത്തരം. കഞ്ചനേർ മിഴി എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് അങ്ങാടി, കമ്പോളം, ആഭണകം, തെരുവ്. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് തെരുവാണ്. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക എന്നാണ് തന്നിരിക്കുന്നത്. വിയോഗമാണ്. വിയോഗത്തിൻ്റെ വിപരീത പദം സംയോഗമാണ്. വിയോഗത്തിൻ്റെ വിപരീത പദം സംയോഗം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സംയോഗം, യോഗം, നിയോഗം, അവിയോഗം. അപ്പോൾ വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിപരീത പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോഗം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദമേത്. വിഹകം എന്ന അർത്ഥം വരുന്ന പദം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. അത് വിഹകം എന്ന അർത്ഥം വരുന്ന പദം പക്ഷിയാണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ചേർത്തെഴുതുക. ദു പ്ലസ് ജനം. ഓപ്ഷൻ തന്നിരിക്കുന്നത് ദുജനം, ദുജനം, ദുർജനം, ദുർജനം ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ദു പ്ലസ് ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർജനമാണ്. നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ദു പ്ലസ് ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ദുർജനമാണ് അതിൻ്റെ ഉത്തരം. ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് മുഖം, വദനം, ആനന്ദം. ഓപ്ഷൻ ബി മഞ്ഞ്, നിഹാരം, തുഷാരം. ഓപ്ഷൻ സി തോഴൻ, ചങ്ങാതി, അനിലൻ. ഓപ്ഷൻ ഡി വീതി, വഴി, പദ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ നമുക്ക് നോക്കാം. മുഖത്തിന് വദനം എന്നും പറയും,
പക്ഷെ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമല്ല എന്ന് നമുക്കറിയാം. ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോഴൻ. തോഴൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ചങ്ങാതിയും അനിലനാണ്. ഇതിൽ ചങ്ങാതി ഓക്കെയാണ്, പക്ഷേ അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ സി അല്ല. അടുത്ത് വന്നിട്ട് ഓപ്ഷൻ ഡി, വീതി, വഴിയും തന്നിട്ടുണ്ട്, പതയും തന്നിട്ടുണ്ട്. പാതയായിരുന്നെങ്കിൽ നമുക്ക് വീതി എടുക്കാമായിരുന്നു, പക്ഷെ അത് പത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിയല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് മഞ്ഞ്. നിഹാരം, തുഷാരം, ഇതാണ് മഞ്ഞിന് പറയുന്നത്. അടുത്ത ചോദ്യം, എതിർലിംഗം എഴുതുക എന്നാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ. ഭൃത്യ എന്നാണ് തന്നിരിക്കുന്നത്. ഭൃത്യ എന്ന വാക്കിൻ്റെ എതിർലിംഗം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് യജമാനൻ, മന്നവൻ, ഭൃത്യൻ, ഭ്രാതാവ് എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഭൃത്യനാണ് വന്നത്. അപ്പോൾ ഭൃത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എതിർലിംഗം ഭൃത്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. അവൻ. ഓപ്ഷൻ തന്നിരിക്കുന്നത് അവ പ്ലസ് ഇൻ തന്നിട്ടുണ്ട്, ആ പ്ലസ് വൺ തന്നിട്ടുണ്ട്, ആ പ്ലസ് അൻ തന്നിട്ടുണ്ട്, അവ പ്ലസ് ഇൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അവൻ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എപ്പോഴും എഴുതുന്നത് ഓപ്ഷൻ സി ആണ്. ആ പ്ലസ് അൻ ആണ് അവൻ എന്നെഴുതുന്നത്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷനായി പോകും. ആ പ്ലസ് വൺ എഴുതി വെക്കും നമ്മൾ. ഒരിക്കലും അതല്ല, ആ പ്ലസ് അൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പിരിച്ചെഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നു കഴിഞ്ഞാൽ ആ പ്ലസ് അൻ ആണ് അവൻ. അതായത് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലസ് അൻ. ഒന്നും നമ്മൾ പഠിച്ചിരുന്നാൽ മതി. ആ പ്ലസ് അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ. ഓക്കെ, അടുത്ത ചോദ്യം, ശരിയായ പദം എഴുതുക എന്നാണ്. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലായിരിക്കും വാക്യങ്ങൾ അവർ തരിക. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആഖ്യാനം തന്നിട്ടുണ്ട്, ആഖ്യാനം തന്നിട്ടുണ്ട്, ആഖ്യാനം തന്നിട്ടുണ്ട്, ആഹ്യാനം തന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഖ്യാനമാണ്. കായ്ക്കായുടെ കായാണ് വരിക. അപ്പോൾ ആഖ്യാനം. ഓക്കെ, അടുത്ത ചോദ്യം, കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം, നമ്മൾ മിക്കവാറും പറയാറുള്ളതാണ് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്, നാടോടുമ്പോൾ നടുവേ ഓടണം. ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് കുന്നിനെ കയം കാണിക്കരുത്, വിദ്യാഭ്യാസി ആനയെ എടുക്കും, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓപ്ഷൻ ഡി, നാടോടുമ്പോൾ നടുവേ ഓടണം. അപ്പോൾ കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പഴഞ്ചൊല്ല്? നാടോടുമ്പോൾ നടുവേ ഓടണം. അടുത്ത ചോദ്യം, എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. അതിൻ്റെ ശരിയായ പരിഭാഷ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പോട്ട് എന്ന് കാണുമ്പോൾ നമുക്ക് കുടം എന്ന് ഓർമ്മ വരും. അപ്പോൾ അവർ ഓപ്ഷൻ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കരുത് തന്നിട്ടുണ്ട്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞും തന്നിട്ടുണ്ട്. ഉപ്പോളം വരുമ്പോൾ ഉപ്പിലിട്ടതും തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി വന്നിട്ട് കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. പോട്ട് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കരുന്ന ഉത്തരത്തിലേക്കോ കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന ഉത്തരത്തിലേക്കോ പോകരുത്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളമാണ് നമ്മൾ നോക്കിയത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.